ഫ്ലോയം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള ബ്ലോക്ക് എക്സ്പ്രസ് ഏത് മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുള്ളതാണ്? വിനോദസഞ്ചാരം. കേരള ബ്ലോക്ക് എക്സ്പ്രസ് ഏത് മേഖലയുടെ പുരോഗതി ലക്ഷ്യമിട്ടുള്ളതാണ്? വിനോദസഞ്ചാരം. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ആദ്യമായി നേടിയതാര്? പി ടി ഉഷ. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് ആദ്യമായി നേടിയതാരാണ്? പി ടി ഉഷ. പുതിയൊരു സംസ്ഥാനം രൂപവത്കരിക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകിയ ഭരണഘടനാ ഭേദഗതി ഏത്? 18ാം ഭേദഗതി. പുതിയൊരു സംസ്ഥാനം രൂപവത്കരിക്കാനുള്ള അധികാരം പാർലമെന്റിന് നൽകിയ ഭരണഘടനാ ഭേദഗതി ഏത്? 18ാം ഭേദഗതി. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച കടമ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കാൻ തീരുമാനിച്ച കടമ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലയിൽ വരുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലയിൽ വരുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. ദഹ്ബോൾ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ദഹ്ബോൾ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ജന്മഭൂമി എന്ന പത്രം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? പട്ടാഭി സീതാരാമയ്യ. ജന്മഭൂമി എന്ന പത്രം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? പട്ടാഭി സീതാരാമയ്യ. ഫൈറ്റോമെനാഡിയോൺ എന്ന രാസനാമത്തിലും അറിയപ്പെടുന്ന ജീവകം? വിറ്റാമിൻ കെ. ഫൈറ്റോമെനാഡിയോൺ എന്ന രാസനാമത്തിലും അറിയപ്പെടുന്ന ജീവകം? വിറ്റാമിൻ കെ. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചതാര്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചതാര്? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി? സി കെ ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി? സി കെ ലക്ഷ്മണൻ. നേര്യമംഗലം അണക്കെട്ട് ഏത് നദിയിലാണ്? പെരിയാർ. നേര്യമംഗലം അണക്കെട്ട് ഏത് നദിയിലാണ്? പെരിയാർ നദിയിൽ. ഏത് സംസ്ഥാനത്താണ് ബിഷ്ണോയ് വിഭാഗക്കാർ 18ാം ശതകത്തിൽ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി സംഘടിച്ചത്? രാജസ്ഥാൻ. ഏത് സംസ്ഥാനത്താണ് ബിഷ്ണോയ് വിഭാഗക്കാർ 18ാം ശതകത്തിൽ മരങ്ങളെ സംരക്ഷിക്കുന്നതിനായി സംഘടിച്ചത്? രാജസ്ഥാൻ. ഭൂമിയുടെ പിണ്ഡത്തിന്റെ എത്ര ഭാഗത്തിൽ ഒന്നാണ് ചന്ദ്രന്റെ പിണ്ഡം? 81. ഭൂമിയുടെ പിണ്ഡത്തിന്റെ എത്ര ഭാഗത്തിൽ ഒന്നാണ് ചന്ദ്രന്റെ പിണ്ഡം? 81. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളേവ? മോണോസൈറ്റ്, ന്യൂട്രോഫില്ല്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ശ്വേതരക്താണുക്കളേവ? മോണോസൈറ്റും ന്യൂട്രോഫില്ലും. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയുടെ പരിസരത്തെ ശബ്ദപരിധി എത്ര? 50 ഡെസിബൽ. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയുടെ പരിസരത്തെ ശബ്ദപരിധി എത്ര? 50 ഡെസിബൽ. ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ് ബ്രാസ് അഥവാ പിച്ചള? ചെമ്പ്, സിങ്ക്. ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ് ബ്രാസ്? ചെമ്പ്, സിങ്ക്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്കിടയിലെ ദൂരമളക്കാനുള്ള ഏകകം ഏത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്കിടയിലെ ദൂരമളക്കാനുള്ള ഏകകം ഏതാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഖാരോഖാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മേഘാലയ. ഖാരോഖാസി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മേഘാലയ. ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം അനുഭവപ്പെടുന്നത് ശൈത്യകാലത്താണ്. ഇന്ത്യയിൽ പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം അനുഭവപ്പെടുന്നത് ശൈത്യകാലത്ത്. ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനം ഏത്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പുസ്തകങ്ങൾ വിദേശത്തും സ്വദേശത്തും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സ്ഥാപനം ഏത്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ദേശീയ സമരകാലത്ത് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചതാര്? ദാദാഭായ് നവറോജി. ദേശീയ സമരകാലത്ത് വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചതാര്? ദാദാഭായ് നവറോജി. ഇന്ത്യയും ചൈനയുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഏത്? 1954. ഇന്ത്യയും ചൈനയുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഏത്? 1954. അച്ചൻ കോവിലാർ ഏത് നദിയുടെ പോഷക നദിയാണ്? പമ്പ. അച്ചൻ കോവിലാർ ഏത് നദിയുടെ പോഷക നദിയാണ്? പമ്പ. മുൻപ് ബേക്കർ എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ പേരെന്ത്? കുമരകം പക്ഷി സങ്കേതം. മുമ്പ് ബേക്കർ എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? കുമരകം പക്ഷി സങ്കേതം. മുറിഞ്ഞപുഴ, ഇത്തിപ്പുഴ എന്നീ ശാഖകളായി പിരിഞ്ഞ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദി ഏത്? മൂവാറ്റുപുഴയാർ. മുറിഞ്ഞപുഴ, ഇത്തിപ്പുഴ എന്നീ ശാഖകളായി പിരിഞ്ഞ് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദി ഏത്? മൂവാറ്റുപുഴയാർ. ഉറുമി ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. ഉറുമി ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്ത്? ജനഗണമന. മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടത് എന്താണ്? ജനഗണമന. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയെ ചിത്രങ്ങളാൽ അലങ്കരിച്ചതാര്? നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയെ ചിത്രങ്ങളാൽ അലങ്കരിച്ചതാര്? നന്ദലാൽ ബോസ്. ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലെ വിഷയമാണ്? 8ാം പട്ടിക. ഭരണഘടന അംഗീകരിച്ച ഔദ്യോഗിക ഭാഷകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലെ വിഷയമാണ്? 8ാം പട്ടിക. ഏത് ലോഹത്തിന്റെ അയിരാണ് ഗലീന? കറുത്തിയം അഥവാ ലെഡ്. ഏത് ലോഹത്തിന്റെ അയിരാണ് ഗലീന? കറുത്തിയം.
ആകെ ഭൂവിസ്തൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശതമാനം വനമുള്ള കേരളത്തിലെ ജില്ല വയനാട്. ആകെ ഭൂവിസ്തൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശതമാനം വനമുള്ള കേരളത്തിലെ ജില്ല വയനാട്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി ആർദ്രം. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി ആർദ്രം. കേരളത്തിൽ സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. കേരളത്തിന് സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ദേശീയ ചിഹ്നം അംഗീകരിക്കപ്പെട്ട തീയതി 1950 ജനുവരി 26. ദേശീയ ചിഹ്നം അംഗീകരിക്കപ്പെട്ട തീയതി 1950 ജനുവരി 26. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചതാര്? ജി സുബ്രഹ്മണ്യ അയ്യർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചതാര്? ജി സുബ്രഹ്മണ്യ അയ്യർ. കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം 32. സ്വതന്ത്ര ഇന്ത്യയുടെ പതാക തിരഞ്ഞെടുക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ 1947 ജൂൺ 23 നിയോഗിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ പതാക തിരഞ്ഞെടുക്കാൻ ഭരണഘടനാ നിർമ്മാണ സഭ 1947 ജൂൺ 23 നിയോഗിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഒന്നാം ഘട്ടം ബാങ്ക് ദേശസാത്കരണം നടന്ന വർഷമേത്? 1969 ജൂലൈ 19. ഇന്ത്യയിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാത്കരണം നടന്ന വർഷമേത്? 1969 ജൂലൈ 19. റിട്ടുകൾ എന്ന ആശയത്തോട് ഇന്ത്യൻ ഭരണഘടന കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനവുമായാണ്? ബ്രിട്ടൻ. റിട്ടുകൾ എന്ന ആശയത്തോട് ഇന്ത്യൻ ഭരണഘടന കടപ്പെട്ടിരിക്കുന്നത് ഏത് രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനവുമായാണ്? ബ്രിട്ടൻ. അടയാളം എൻ്റെ ആധാർ പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ. അടയാളം എൻ്റെ ആധാർ പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ ജില്ല ഏത്? കണ്ണൂർ. ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമേത്? ഓപ്പറേഷൻ കാവേരി. ആഭ്യന്തര സംഘർഷത്തെ തുടർന്ന് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമേത്? ഓപ്പറേഷൻ കാവേരി. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡികളേവ? സമ്മിശ്ര നാഡി. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡികളേവ? സമ്മിശ്ര നാഡി. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതാ എഴുത്തുകാരി ആര്? ബാലാമണി അമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതാ എഴുത്തുകാരി ആര്? ബാലാമണി അമ്മ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഫ്ലൂറിൻ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഫ്ലൂറിൻ. ബ്രൗൺ റിംഗ് ടെസ്റ്റിലൂടെ എന്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കുന്നത്? നൈട്രേറ്റുകൾ. ബ്രൗൺ റിംഗ് ടെസ്റ്റിലൂടെ എന്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കുന്നത്? നൈട്രേറ്റുകൾ. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന വികിരണം ഏത്? ഇൻഫ്രാറെഡ്. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്ന വികിരണം ഏത്? ഇൻഫ്രാറെഡ്. രാജ്യത്തെ പ്രഥമ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജലാശയങ്ങളുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. രാജ്യത്തെ പ്രഥമ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജലാശയങ്ങളുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏത്? വാസോപ്രസിൻ. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏത്? വാസോപ്രസിൻ. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നതെന്ന്? 2012 നവംബർ 1. കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നതെന്ന്? 2012 നവംബർ 1. നന്നായി പഠിക്കുക. ഞാൻ ഭരണഘടനയുടെയും സുപ്രധാന നിയമങ്ങൾ, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്നിവയിൽ നിന്നുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.